എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നു. ദൈവജനങ്ങളെ കൂട്ടിവരുത്തുന്നു. രാവും പകലും ദൈവദാസന്മാരും രാജ്യങ്ങൾക്ക് വേണ്ടിയും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കഷ്ടതയിൽ കൂടെ പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കിയെടുക്കും. മറ്റു ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കടന്നു വരുവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് ലോകമെമ്പാടും ദൈവത്തെ അറിയുവാനും മാധ്യമമായി തീരണം. lightofgospel.com എന്നുള്ള സൈറ്റിൽ പോയാൽ ലോകത്ത് പല രാജ്യങ്ങളിലുള്ളവര് അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യും. ഈ മെസ്സേജുകൾ കേൾക്കുവാനൊക്കെ അവർക്ക് ഇടയാകുന്നു എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഈസ്റ്റേൺ ടൈമാണ് ഞാൻ പറയുന്നത്. 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുണ്ട്. വളരെ അനുഭവം. 712-432-8273. മലയാളത്തിന് ആക്സസ് കോഡ് 218-6181 മലയാളം. എല്ലാ ദിവസവും 24 hours ഉണ്ട്. ഇംഗ്ലീഷിന്റെ ആക്സസ് കോഡ് ഡയലിംഗ് നമ്പർ സെയിം നമ്പറാണ്. ആക്സസ് കോഡ് 218-6182 സ്പാനിഷ് 218-6183 തമിഴ് 218-6184 തെലുങ്ക് 218-6186 ഇത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ നമ്പർ വിളിച്ചാൽ മതി. 978-257-2423. ഗോഡ് ബ്ലെസ് യു.
ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവ് ബലപ്പെടുത്തുമ്പോൾ നമുക്ക് സ്വീകരിക്കുന്ന ഹൃദയത്തോടെ, തുറന്ന ഹൃദയത്തോടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കും. താങ്ക് യു സോ മച്ച്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും സന്തോഷമാണ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മളിവിടെ കടന്നു വന്ന സമയം ഇതുവരെയും ഇങ്ങനെ ആത്മാവിനെ ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എത്ര സന്തോഷകരമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. സ്വർഗീയ സാന്നിധ്യം ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാന്നിധ്യത്തിന് മുമ്പിലാണ് നമുക്ക് വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. പറയാറുണ്ട് മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിലെ ഒരു 4 പേര് ചേർന്ന് ഒരു മനുഷ്യനെ എവിടെ ഇറക്കി വെച്ചെന്നറിയാമോ? വീടിന്റെ മേൽക്കൂര ഇളക്കി എവിടെ വെച്ചെന്നറിയാമോ? യേശുവിന്റെ മുമ്പിൽ. അതൊക്കെ ശ്രദ്ധിക്കണം. യേശു എവിടെ നിന്നോ അവിടെ വീടിന്റെ വര്യമ്പുറത്തല്ല, മിറ്റത്തല്ല, പോറ്റിക്കോലല്ല, മറ്റൊന്നുമല്ല. യേശു എവിടെ നിന്നോ അവിടെ ഇറക്കി വെച്ചെന്ന് പറഞ്ഞാൽ എവിടെ യേശുവിന്റെ സാന്നിധ്യം ബ്രൂഡായിട്ടിരുന്നു, കോൺസെൻട്രേറ്റ് ആയിട്ടിരുന്നു, അവിടെയാണ് ഇറക്കി വെച്ചത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആ സാന്നിധ്യം, ഒരു ബ്രൂഡറായിട്ടുള്ള ദൈവത്തിന്റെ സാന്നിധ്യം, ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ദൈവ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാൽ ദൈവത്തോടെ സ്തോത്രം ചെയ്യാണ്. ഈ സഭ സൂക്ഷിക്കുന്ന ദൈവദാസിനോ ദൈവത്തെ സ്തുതിക്കുന്നു. ചില നാളുകളായി നിങ്ങൾ പരിചയപ്പെട്ടെങ്കിലും വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സുഹൃത്തിന്റെ ഫാമിലി നടത്തുന്ന എല്ലാ ദൈവദാസന്മാരെ പേര് പറഞ്ഞ സമയം പോകുന്നതുകൊണ്ട് പേര് പറയുന്നില്ല. ചിക്കാഗോയിൽ നിന്ന് ദൈവദാസൻ ജോസഫ് തന്റെ ഫാമിലി കടന്നതിനുണ്ട്. ഒരാളെങ്കിലും ചിക്കാഗോയിൽ നിന്ന് കണ്ടതിന് സന്തോഷം. അങ്ങനെ എല്ലാവർക്കും ഒന്നിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തിന് അരിപ്പാൻ സഹായിച്ചല്ലോ. യേശുക്രിസ്തു നാമത്തില് എല്ലാവർക്കും സ്നേഹം അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവത്തിനേക്കായി നമ്മുടെ ദൈവത്തിന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. അതൊക്കെ കണ്ടിന്യൂ പോയാൽ മതിയായിരുന്നു എന്റെ ചിന്തയുണ്ട്. എങ്കിൽ പെട്ടെന്ന് ഒരുപാട് വാക്യങ്ങൾ വായിക്കാം. നമ്മുടെ തീവിനോട് ബന്ധപ്പെട്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണല്ലോ. സ്തോത്രം. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചു വരിക. Behold, I come quickly, hold fast, hold that fast which thou hast, and that no man can take thy crown. And him, the 12-ാം വാക്യം വായിക്കുന്നത് him that overcometh, ജയിക്കുന്നവനെ. അതാണ് ദൈവത്തിന്റെ ദാസന്റെ ആ മെസ്സേജ്. എല്ലാവർക്കും മനസ്സിലാക്കാൻ അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ഒരു ജയകരമായ ഒരു ക്രിസ്ത്യ ജീവൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ജയിക്കുന്നതിന് those who are overcomer, ജയിക്കുന്നവന്റെ കാര്യമാണ്. ജയിക്കുന്നവനെ ഹല്ലേലൂയ സ്തോത്രം. ആ വാക്യം 13-ാം വാക്യം പറഞ്ഞ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്. അപ്പൊ ദൈവമക്കളായ നമ്മൾ, വിശ്വാസികളായ നമ്മൾ, ഒരു ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും ഓവർകമേഴ്സ് ആയിരിക്കും, ജയകരമായ ഒരു ക്രിസ്ത്യൻ ജീവിതമായിരിക്കും. റോമാലേഖനത്തിൽ വായിക്കുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. അപ്പോൾ നാം ജയാളികളുടെ കൂട്ടത്തിലുള്ളവരാണ്, നാം ജയിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ യേശു തന്നെ തന്റെ വചനത്തിലൂടെ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന്, യേശു പറയാണ്, മാനസാന്തരപ്പെടായാൽ എന്റെ ജനം നശിച്ചു പോകും. മത്തായി സുവിശേഷം 22:29 വായിക്കുന്നു, ദൈവവചനം അറിയായാലും ദൈവശക്തി അറിയായാലും എന്റെ ജനം തെറ്റിപ്പോകും. പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു പോകുന്നു, പരിപാലനമില്ലായാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. ഇങ്ങനെ പല രീതികളിലാണ് ദൈവത്തിന്റെ ജനമാണെങ്കിലും നശിച്ചു പോകുന്നത്. പല വിധത്തിലാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മെല്ലാവരും ജയകരമായ പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട്, പ്രയാസങ്ങളെ കണ്ടുകൊണ്ട്, നിരാശപ്പെടുത്തുന്ന അനേക അനുഭവങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ ഭയപരവശരാട്ടിരിക്കുന്നവരല്ല, ധൈര്യത്തോടെ നാവെടുത്ത് പറയണം, എന്റെ ദൈവത്താൽ അത് കഴിയും. 6 കാര്യങ്ങൾ. ജീവനും മരണവും, നന്മയും തിന്മയും, ഗുണവും ദോഷവും, ഈ 6 കാര്യങ്ങളും നമ്മുടെ നാവിൽ തന്നിരിക്കുന്നു. യുവദാസ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ 6 കാര്യങ്ങൾ എന്താണ് നമ്മുടെ നാവിൽ തന്നിരിക്കുന്നത്? നമ്മൾ ധൈര്യത്തോടെ പറയണം, ധൈര്യത്തോടെ പറയണം. ഈ പുസ്തകം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയാണ്. യോഹന്നാൻ അപ്പോസ്തലനെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. ദൈവത്തിന്റെ ആത്മാവ് തനിക്ക് ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ആദിയും അന്തവും ആയ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളാണ്. ആ വിഷയങ്ങൾ ഒത്തിരി ഡീറ്റെയിൽസ് സമയമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്.
ഈ യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേക ചില കാര്യങ്ങൾ പഠിക്കണം. അതിന്റെ ഫിലദൽഫിയയിലെ സഭയ്ക്ക് എഴുതുന്ന കാര്യമാണ്. ഫിലദൽഫിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്ക് എന്താണ്? സഹോദര സ്നേഹം, ദ ബ്രദർലി ലവ്. അതിന് വളരെ അർത്ഥം. യോഹന്നാൻ അപ്പോസ്തലൻ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ വ്യക്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. തന്നെ തിളച്ച എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് തന്നെ നശിപ്പിക്കുവാനൊക്കെ കഴിഞ്ഞില്ല. പത്മോസ് ദ്വീപിലേക്ക് തന്നെ കൊണ്ടിട്ടിട്ടും അവിടെയും നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്റെ കാരണം എന്തെന്നറിയോ? ഒരു രഹസ്യമുണ്ട്. തന്റെ പേരാണ് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ ആയതുകൊണ്ടാണ്, സ്നേഹത്തെ കുറിച്ച് പഠിപ്പിച്ച വ്യക്തി ആയതുകൊണ്ട് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്കെല്ലാം ഉണ്ടെങ്കിലും ദൈവ സ്നേഹമില്ലെങ്കിൽ നമുക്ക് ജയകരമായ ഒരു ക്രിസ്തീയ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇതിനെല്ലാം ജയിച്ച് പുറത്തു. എന്തുകൊണ്ടെന്നറിയാമോ? തനിക്ക് വലിയ മറ്റുള്ളവരെക്കാട്ടിൽ വ്യത്യസ്തമായ ഒരു ദൈവസ്നേഹം തന്റെ ജീവിതത്തിലുണ്ടായി. ദൈവസ്നേഹത്തെ കുറിച്ച് ഏറ്റവും അധികം പഠിപ്പിച്ച അപ്പോസ്തലനാണ് യോഹന്നാൻ അപ്പോസ്തലൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? യോഹന്നാൻ അപ്പോസ്തലനെ പോലെ ഒരു സ്നേഹത്തിൽ നമ്മൾ നിറഞ്ഞു വരയണം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹത്തെ കുറിച്ച് എല്ലാം പറയുന്നു. ഒരുപാട് കാര്യം നമുക്കറിയാം. അവസാനം പറഞ്ഞു നിർത്തുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതിൽ വലുതോ സ്നേഹം തന്നെ. 12-ാം അധ്യായത്തിൽ അവസാനം പറഞ്ഞു നിർത്തുന്നത് എല്ലാവരും പ്രവചനപരം ആഞ്ചിപ്പീൻ, എന്നാൽ അതിശ്രേഷ്ഠമായ വേറൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ പ്രത്യേക മലയാളി ബന്ധുക്കുസായ നമ്മൾക്ക് ഒരുപാട് തിയോളജി ഒക്കെ അറിയാം, ഒത്തിരി പ്രസംഗിക്കറിയാം. പക്ഷെ ഇല്ലാത്തൊരു കാര്യമുണ്ട്, ദൈവസ്നേഹം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഫിലദൽഫിയ ദൂതൻ എഴുതുക എന്ന് പറയുമ്പോൾ അവൻ സഹോദര സ്നേഹം നിറഞ്ഞു നിന്ന ഈ അപ്പോസ്തലൻ പത്മോസിലെ പ്രതികൂലങ്ങൾ ജയിച്ചു പുറത്തു. കേട്ടുകൊണ്ടിരിക്കുവാനല്ല, ദൈവത്തിന്റെ വചനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അവനെ ഇവനെ നോക്കിയാൽ ഒക്കത്തില്ല. ആ സഭ, ഈ സഭ, ആ പാസ്റ്റർ, ഈ സഭ, പാസ്റ്റർ നോക്കിയാൽ ഒക്കത്തില്ല. യേശുവിനോടുകൂടെ എപ്പോഴും അവന്റെ മുഖത്തേക്ക് നോക്കി ദൈവ സ്നേഹത്താൽ നിറഞ്ഞു വരുന്നെങ്കിൽ നിനക്കതിനെ ജയിക്കുവാനൊക്കെ കഴിയും. നിന്റെ നേരെ ഏത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അതിനെ ജയിക്കുവാനൊക്കെ വണ്ണം നിനക്ക് പറയാൻ കഴിയും. ദുഷ്ടപിശാചിനെ വിട്ടുപോ, ഞാനോ എന്നെ സ്നേഹിച്ച യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ അതിനെ ജയിക്കും. ആ യോഹന്നാൻ അപ്പോസ്തലന് പറയാൻ കഴിയും. എന്ത് പറയുന്നയോ? ഹല്ലേലൂയ, ജയിക്കുന്നവൻ, ജയിക്കുന്നവൻ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 3-ാം അധ്യായത്തിന്റെ സ്തോത്രം ഫിലദൽഫിയയിലെ സഭയോട് എഴുതുമ്പോൾ പറയുന്ന പേര് വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. എന്താ പ്രത്യേകത അറിയാമോ? ഒന്നാമത് വിശുദ്ധനാണ്. കഴിഞ്ഞ പാലക്കാട് നമ്മൾ അല്പം കേട്ടു. വിശുദ്ധനാണ്. രണ്ടാമത് സത്യവാനാണ്. മൂന്നാമത് ദാവീദിന്റെ താക്കോൽ ഉള്ളവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെയും ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും ആവശ്യമാണ്. എന്നിട്ട് പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ആ വാതിലിന്റെ പ്രത്യേകത എന്നറിയോ? അനേക വാതിലുകൾ ലോകത്തിൽ തുറന്നു വരാം. എന്നാൽ അത് പിശാചും അടയ്ക്കാം, മനുഷ്യരും അടയ്ക്കാം, ആരും അടയ്ക്കാം. എന്നാൽ ആരും അടയ്ക്കാത്ത ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയങ്ങളിൽ, നിന്റെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും വാതിലുകൾ അടച്ചു വെച്ചിരിക്കുന്നു, തലമുറകളുടെ ഭാവിയുടെ വാതിൽ അടച്ചു വെച്ചിരിക്കുന്നു, നിന്റെ ശുശ്രൂഷയുടെ വാതിലുകൾ ലൂട്ടാൻ അടച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിന്റെ ജോലിക്കുള്ള വാതിലുകൾ ലൂട്ടാൻ അടച്ചു വെച്ചിരിക്കുന്നു എന്ന് നീ ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നെങ്കിൽ, എന്റെ അനുഭവം ഇങ്ങനെയായി പോയല്ലോ, എന്റെ കുടുംബം ഇങ്ങനെയായി പോയല്ലോ, എന്റെ ഭാവി ഇങ്ങനെയായി പോയല്ലോ, എന്റെ ആരോഗ്യം ഇങ്ങനെയായി പോയല്ലോ, എന്റെ അവസ്ഥ ഇതായി പോയല്ലോ എന്ന് പകൽക്കാലം ചിന്തിച്ചു ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം യേശുവിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഞാൻ നിങ്ങൾക്കായി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. എത്ര വിശ്വസിക്കാൻ കഴിയും? എത്ര വിശ്വസിക്കാൻ കഴിയും? ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, ദൈവം എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഈ കോൺഫറൻസ് വന്ന നിമിത്തമായി കഴിഞ്ഞ നാളുകളിൽ ആമേൻ അടച്ചു വെച്ച അനേക വാതിലുകളെ ഇന്ന് പകൽക്കാലം തുറക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ഓ, നീ ധൈര്യപ്പെട്ട് നടക്കും. നീ ധൈര്യപ്പെട്ട് ഈ ദേവദാസൻ പറഞ്ഞ് കേറി അങ്ങ് ചെല്ലണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കേറി അങ്ങ് തരണം. ഒരു ദൈവദാസനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് 1000 പേര് ഇരിക്കുന്ന സഭ പണിയാം. അദ്ദേഹത്തിന്റെ പൈസ ഒന്നും അദ്ദേഹം ഒരു ബാങ്കിലോട്ട് കയറി ചെന്നപ്പോൾ അവിടെ പിയൂണ് നിൽക്കുന്നു. പിയൂനോട് അദ്ദേഹത്തെ കയറ്റിവിടത്തില്ല. എങ്ങനെ കയറ്റിവിടും? ലോൺ ഓഫീസറോട് സംസാരിക്കണം, ബാങ്ക് മാനോട് സംസാരിക്കണം, ഒരു റെക്കോർഡും ഇല്ലാതെ എങ്ങനെ? ദൈവം പറഞ്ഞ ബാങ്കിലോട്ടിയല്ലേ. പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തോട് പറഞ്ഞു, എന്നെ അവിടെ കയറ്റിവിടില്ലോ ദൈവം. അപ്പൊ ദൈവം പറഞ്ഞു, നിന്നോട് പറഞ്ഞു പിയൂനോട് ചോദിക്കാം. പിയൂനോട് ചോദിക്കുന്നതിനോട് അല്ല, കമ്മിറ്റിയിൽ ആലോചിക്കുന്നതിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലല്ലോ. ദൈവത്തെ പറഞ്ഞ് നീ സൂട്ടും കോട്ടും ഒക്കെ നേരെ കയറി ചെല്ലാൻ പറഞ്ഞു. നേരെ അകത്തെ മുറിലോട്ട് ഒറ്റ പോക്ക് പോകും. ആരും തടഞ്ഞു നിർത്തിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹം നേരിട്ട് എന്ന് എന്ത് വിഷയങ്ങളെ പറഞ്ഞു ദൈവം സാധിപ്പിച്ചു കൊടുത്തു. അപ്പൊ നമ്മള് നേരിട്ട് നമ്മൾ ഈ വാതിലടക്കി കണ്ടു നോക്കുന്നതിന് വാതിൽ തുറക്കുമെന്നല്ല, എന്റെ ദൈവത്താൽ വിശ്വാസത്തിന്റെ ഒരു മണ്ഡലം അത് ദൈവം തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് വേണ്ടിയുള്ള വാതിൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. എന്റെ യേശു തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ലെന്ന് നീ കടന്ന് വിശ്വസിക്കണം. അതിന്റെ കാര്യം എന്നറിയോ? അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, അല്പമേ ശക്തി. എന്റെ മകൾക്ക് നമ്മൾ വിവരിക്കുന്നത് എല്ലാവരും പറയുന്ന കാര്യമാണ്, എനിക്ക് അല്പമേ ശക്തി. എനിക്ക് വലിയ എഡ്യൂക്കേഷൻ ഒന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് വലിയ കഴിവൊന്നുമില്ല. പല കാര്യം നിങ്ങൾക്ക് നിങ്ങളുടേതായ ലെവലിലൊക്കെ പറയുവാനുണ്ട്. അതാ ഇവിടെയും പറഞ്ഞു, എനിക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം നിങ്ങൾ ഇന്ന് ലോകത്തിൽ വലിയൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം സർവശക്തനായ ദൈവത്തിന്റെ ഈ വചനം നീ കാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇന്ന് പകൽക്കാലം അങ്ങനെ അനുഭവത്തിലില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, എന്താ, ഞാൻ എന്റെ ദൈവത്തിന്റെ വചനം എന്റെ ജീവിതത്തിൽ ഞാൻ കാക്കും. ഹല്ലേലൂയ, സ്തോത്രം. പറയാണ്, thou hast kept my way and hast not denied my name. കേട്ടോ, ദൈവത്തിന്റെ വചനം നിന്റെ ജീവിതത്തിൽ നീ കാക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെ നമ്മളെ വിശുദ്ധ ജീവിതത്തിലേക്ക് നടത്തും. അത് നമ്മുടെ ധൈര്യത്തിലേക്ക് നടത്തും. അത് നമ്മുടെ ജയത്തിലേക്ക് നടത്തും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നിന്റെ നേരെ അടഞ്ഞു വരുന്ന എല്ലാ വാതിലുകളെയും നോക്കി നീ പറയണം, യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, അടഞ്ഞ വാതിലുകളെ നീ തുറക്കുക എന്ന് വിളിച്ചു പറയണം. നിന്റെ നാവിൽ അധികാരം തന്നിരിക്കുകയാണ്. നാവെടുത്ത് അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ, നാവെടുത്ത് സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്കത് പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തില്ല. പറയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല. ഇന്ന് പകൽക്കാലം എത്ര ദൈവമക്കൾക്ക് ഇത് പറയുവാനുണ്ട്. എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, എനിക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും, ഞാൻ 10 ദിവസമേ ജീവിച്ചുള്ളതെങ്കിലും, 100 കൊല്ലം ജീവിച്ചില്ലെങ്കിൽ, ഈ ലോകത്ത് ഒന്നും നേടിയില്ലെങ്കിലും, എന്റെ ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിനു വേണ്ടി ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം അത് ചെയ്യുന്നവർക്ക് പറയുവാൻ കഴിയും. ദൈവത്തിന്റെ വചനം കാക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിന് മുമ്പ് നീ വട്ടപൂജ്യമാണ്. ആമേൻ, ഹല്ലേലൂയ. ലോകത്തിൽ നിനക്ക് ഒരുപാട് കാര്യങ്ങളെ പറയുവാൻ തക്കവണ്ണം കഴിയുന്നാൽ ദൈവത്തിന്റെ വചനം കാക്കുന്നില്ലെങ്കിൽ നീ വട്ടപൂജ്യമാണ്. പണ്ട് ഒരു വിവാഹ ആലോചന ഇവിടെ നടന്നു. ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു ബ്രോക്കർ വന്നിട്ട് തന്റെ സ്തോത്രം ചെറുക്കന്റെ അപ്പനോട് പറയാം, നല്ലൊരു പെൺകുട്ടിയാണ്, A for age ഒക്കെ നല്ലതാണ്, അവന് ചേരുന്ന നല്ല മാച്ചിങ് ആണ്. B for beauty നല്ലതാണ്. എല്ലാം ഇതെല്ലാം കേൾക്കുമ്പോൾ A for എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെറുക്കന്റെ അപ്പനൊരു വട്ട പൂജ്യം. B നല്ല ബ്യൂട്ടിയാണ്, നല്ല കുട്ടിയാണ്, എല്ലാം ഒരു പൂജ്യം. C ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറാണ്, നല്ല കുടുംബത്തിൽ പിറന്നാണ്, നല്ല പാഠം പ്രാർത്ഥിക്കുന്നത്, ഒരു പൂജ്യം. D ഡൗറി ഇഷ്ടം പോലെ കിട്ടും. ഈ എലോക്വൻസ് നല്ലോണം സംസാരിക്കാൻ അറിയാം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അതിനെല്ലാം അദ്ദേഹം ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ അവസാനമായി പറഞ്ഞു, അവൾ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ദൈവത്തെ സേവിക്കുന്ന പെൺകുട്ടിയാണ്. ആ ഒന്നിന്റെ എല്ലാം ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 1 എന്നൊരു നമ്പർ. ദൈവത്തിന്റെ പകൽക്കാലം നിനക്ക് ഈ ലോകത്തിലെല്ലാം ഉണ്ടെന്നിരിക്കാം, അമേരിക്കയുടെ എല്ലാം കൊണ്ടെന്നിരിക്കാം. വാസ്തവമായി ക്രിസ്തു നിന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ വചനം നീ കാക്കുന്നില്ലെങ്കിൽ അതിലെല്ലാം വട്ടപൂജ്യമാണ്. നിത്യതയിൽ ചെല്ലുമ്പോൾ എല്ലാം വട്ടപൂജ്യമായി തന്നെ നിൽക്കും. എന്നാൽ അതോടൊപ്പം തന്നെ യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, യേശു നിന്റെ അകത്തളത്തിലുണ്ടെങ്കിൽ, യേശുവിന്റെ സ്നേഹം നിന്നെ നിറഞ്ഞു വരുമ്പോൾ, യേശുവിന്റെ വചനത്തിന്
മുഴുവൻ നിൽക്കുമെന്ന് നീ വിളിച്ചു പറയുമ്പോൾ, യേശു മാത്രം മതി എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നിന്നെ മാനിക്കണം, ദൈവം നിന്നെ ഉയർത്തുവാൻ തുടങ്ങും. എത്ര പേർക്ക് പകൽക്കാലം കഴിയും വിശ്വാസ കണ്ണുകളെ കാണുവാൻ കഴിയുമോ? അപ്പോൾ നിന്റെ ഫ്യൂച്ചറിൽ നിനക്ക് കാണുവാൻ കഴിയും. ശോഭനമായ ഭാഗ്യമേറിയ ഒരു ഭാവിയെ നിനക്ക് കാണുവാൻ കഴിയും. അല്ലാത്തപ്പോൾ ഈ ലോകത്തിലെ പ്രശ്നങ്ങളിൽ മാത്രം കുടുങ്ങി നിൽക്കും. എന്നാൽ നിത്യമായ ഒരു ശ്രേഷ്ഠമായ ഒരു ഭാവി നമുക്ക് ഉണ്ടാകണമെങ്കിൽ ദൈവവചനത്തിന് വേണ്ടി നമ്മൾ നിൽക്കണം. ഭൂമിയിൽ വെച്ച് ആരെങ്കിലും യേശുവിന്റെ പേര് പറയുവാൻ ലജ്ജിക്കുന്നവരെയും സ്വർഗത്തിൽ പിതാവിന് മുൻപാകെ പുത്രനായ ക്രിസ്തു അത് ലജ്ജിക്കും പറയുവാൻ. അവിടെ ചെല്ലുമ്പോൾ യേശു പറയത്തില്ല ഇതെന്റെ ഇന്നാരാണ് പറയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം യേശു പറയാൻ, യേശുവിന്റെ വചനം പറയുന്നു. എന്ത് പറയുന്നു അറിയാമോ? ഇതാ, ഹല്ലേലൂയ, സ്തോത്രം, ആർക്കും അടച്ചുകൂടാത്ത ഒരു വാതിൽ. ഈ ലോകത്തിന് വലിയവനായിരിക്കാം, എന്നാൽ നീ എന്റെ വചനം കാത്തു. ഇതാ ഞാൻ വേഗം വരും. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കണം. ഒരു കിരീടമെങ്കിലും ഒരു 5-6 കിരീടങ്ങളെ ബൈബിളിൽ പറയുന്നുണ്ട്. ആമേൻ. ഒന്നിന്റെ കിരീട പേര് പെട്ടെന്ന് പറഞ്ഞ ഇതൊക്കെ അറിയാൻ വയ്യ. ഒന്നുകൂടെ കേൾക്കുന്നുണ്ട്, നീതിയുടെ കിരീടം. 2 തീമോഥെയോസ് 4:8 വായിക്കാൻ സമയമില്ല. 2 തീമോഥെയോസ് 4:8 പറയുന്നു, ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ കിരീടം. ഹല്ലേലൂയ. പിന്നെ 1 പത്രോസ് 5:3-4 വായിക്കുന്നു, വാടാത്ത കിരീടം. യാക്കോബിന്റെ ലേഖനം 1:12 വായിക്കുന്നു, ജീവകിരീടം. 1 കൊരിന്ത്യർ 9:25 വായിക്കുന്നു, അൺകറപ്റ്റബിൾ, വാടാത്ത കിരീടം. 1 തെസ്സലോനിക്കർ 2:19 ക്രൗൺ ഓഫ് റിജോയ്സിംഗ്, പ്രശംസാ കിരീടം. പിന്നെ പല പല ഗ്ലോറി, ഓണർ, ക്രൗൺ ഓഫ് ഗോൾഡ്, അങ്ങനെ പല ഒരു കിരീടമെങ്കിലും എല്ലാവർക്കും കിട്ടുമെന്നാണ്. ആമേൻ. ഈ കിരീടം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാം വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ എങ്ങനെയെങ്കിലും നമ്മുടെ നന്മകളും ഭാവികളും ഏകരമായ ഒരു ക്രിസ്തീയ ചെയ്യാൻ കഴിയാതെ വണ്ണം ദുഷ്ടനാകുന്ന പിശാചിന്റെ തന്നെയോ നമ്മളോട് പോരാടും, നമ്മളോട് വാദിക്കും. നമുക്കറിയാമല്ലോ, പാവം പിടിച്ച ഒന്നും ചെയ്യാതിരിക്കുന്ന ഇയ്യോബിനു വേണ്ടി സ്വർഗത്തിൽ ചെന്ന് പിശാച് ഇയ്യോബിന് വേണ്ടി വാദിക്കുകയാണ്. അവന്റെ മക്കൾക്ക് വേണ്ടി, ഇവരെല്ലാം നശിപ്പിക്കാൻ വേണ്ടി, അവന്റെ ശരീരത്തോടെ, അവന്റെ മക്കളോടെ, അവന്റെ ഭാവിയോടെ, അവന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയോടെ എല്ലാം പിശാച് എന്ന് വാദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ നമ്മളെ കൊണ്ട് അക്കരെ എത്തിക്കാൻ കഴിയാതെ നമ്മുടെ ജഡത്തിൽ പ്രശ്നങ്ങളിട്ട് നമ്മളെ കുഴക്കാൻ വേണ്ടി ദുഷ്ടനാകുന്ന പിശാച് നമ്മുടെ ഭാവിയോടും ആയുസിനോടും ആരോഗ്യത്തോടും നന്മകളോടും എല്ലാം ഇങ്ങനെ ദുഷ്ടൻ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ നമ്മൾ ജയിച്ചുകൊണ്ട് ഇതിന് മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. അതാണ് നമുക്കറിയാമല്ലോ, പഴയ നിയമ വിശ്വാസികൾ 1 കൊരിന്ത്യർ 10 വായിക്കുമ്പോൾ പറയുന്നുണ്ട്, അവരെല്ലാം ചെങ്കടലിൽ കൂടെ സ്നാനം വെച്ചു, ഒരേ ആഹാരം കഴിച്ചു, ഒന്നിച്ച് ഭക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരിൽ മിക്കപേരിലും കർത്താവ് പ്രസാദിച്ചില്ല. അതിന് കാരണം എന്നറിയാമോ? പ്രസാദിക്കുന്നതിന് കാരണം അവർക്ക് ദൈവം കൊടുത്ത നന്മകളൊന്നും, അത്ഭുതങ്ങൾ ചെയ്തതൊന്നും, പ്രവർത്തിച്ചതൊന്നും അവരുടെ ജീവിതം എബ്രായത്തിൽ വായിക്കുമ്പോൾ അതൊന്നും വിശ്വാസമായി അവരുടെ ജീവിതത്തിൽ പരിണമിച്ചില്ല. അപ്പൊ ഇന്നലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, നാളെയും ആ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ഇന്നലെ എന്നെ നടത്തിയ ദൈവം ഇന്നും എന്നെ നടത്തും, ഇന്ന് എന്നെ നടത്തിയ ദൈവം നാളെയും എന്നെ നടത്തും എന്ന് നിങ്ങൾ ആഴത്തിൽ വിശ്വസിക്കണം. ഇന്നലെ നടത്തിയ ദൈവത്തിന് ഇന്ന് കഴിയത്തില്ലയോ? ചെങ്കടലിൽ കൂടെ കടത്തി വെള്ളത്തിന് റിഫീദീനി വെള്ളം കൊടുക്കാൻ കഴിയത്തില്ലയോ? പാറയിൽ വെള്ളം പ്രവർത്തിക്കാൻ കഴിയത്തില്ലയോ? ഇറച്ചി കൊടുക്കാൻ കഴിയത്തില്ലയോ? അവർക്ക് മന്ന കൊടുക്കാൻ കഴിയത്തില്ലയോ? ഇതെല്ലാം ദൈവത്തിന് കഴിയും. എന്നാൽ അവർ അവിശ്വസിച്ചു. ഈ അവിശ്വാസം എവിടെ കൊണ്ടുവരുന്നത്? ഇത് പിശാചിന്റെ ഒരു തരി മന്ത്രം നമ്മുടെ ജീവിതത്തിലേക്കും അവിശ്വാസം കൊണ്ടുവരും. അത് വിവിധ സാഹചര്യങ്ങളിൽ കൂടെ ആയിരിക്കും. പിശാച് നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചാണ് അത് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരാതെ വണ്ണം നാം വളരെ ശ്രദ്ധിക്കണം. അത് നമ്മൾ വായിക്കുന്നത് എങ്ങനെ അറിയാമോ? ഒരു നിലനിൽക്ക് വായിക്കുന്നത്, ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. പുതിയ നിയമ വിശ്വാസികളായ നമ്മൾ എന്തിനാണ് പഴയ നിയമ വിശ്വാസികൾക്ക് ഇതൊക്കെ സംഭവിച്ചേ? അവർക്ക് അങ്ങനെ സംഭവിച്ചെന്ന് പറയുവാനല്ല, പിന്നെയോ അത് നമുക്കൊരു പാഠമായി തീരും. ഹല്ലേലൂയ. അവര് കേട്ടതൊന്നും അവരുടെ ജീവിതത്തിൽ വിശ്വാസമായി സംഭവിച്ചില്ല. അവർക്ക് ദൈവം അനേക അത്ഭുതങ്ങൾ ചെയ്തു, അതൊന്നും അവർക്ക് വിശ്വാസം പരിണമിച്ചില്ല. ദിവസങ്ങൾ മാറി, സാഹചര്യങ്ങൾ മാറി. എന്റെ ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന കിരീടം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല.
അതെന്റെ അവകാശമാണ്, അതെന്റെ അവകാശമാണ്. എന്റെ ദൈവം എനിക്ക് തന്നതാണ്. ഈ കിരീടങ്ങൾ ഒന്നെങ്കിലും ഞാൻ പ്രാപിക്കും. ഒന്നെങ്കിലും ഇതിനൊക്കെ പല പല സ്റ്റേജുകളുണ്ടെങ്കിലും ഒന്നെങ്കിലും ഞാൻ പ്രാപിക്കും. ഒരു കിരീടമെങ്കിലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ കിരീടവുമായിട്ട് ഞാൻ അവിടെ നിൽക്കും. ആ നിൽക്കുക ചെല്ലുമ്പോൾ ഹല്ലേലൂയ, ആ വിക്ടറി സ്റ്റാൻഡ്, ഇതുപോലുള്ള വിക്ടറി സ്റ്റാൻഡിലേക്കാണ് നമ്മളെ ചെയ്തു നിർത്തുന്നത്. ആ കിരീടവുമായി ഞാൻ അവിടെ നിൽക്കും. അതാർക്കും പൊട്ടിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. യോബിന്റെ വാക്യമുണ്ട്, ഇങ്ങനെ എന്റെ ശരീരം ഇങ്ങനെ ഇരുന്ന് ചൊറിഞ്ഞു പോയാൽ ഒരു കിരീടം പിടിക്കാൻ ഈസി കാര്യം. പക്ഷേ നമ്മുടെ ഈ ലോകത്തോടെ എല്ലാം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഓർത്തോണം, എന്റെ ജീവിതം ഇങ്ങനെ നശിച്ചാൽ, എനിക്ക് ഇങ്ങനെ എല്ലാം എനിക്ക് സംഭവിച്ചാലും എന്നെ നിരാശപ്പെടുത്തുവാൻ, എന്നെ ശുശ്രൂഷയെ തകർക്കുവാൻ, മുന്നോട്ട് വിടാൻ കഴിയാതെ വണ്ണം ദുഷ്ടനാവ് എങ്ങനെയെല്ലാം പോരാടിയാലും ഹല്ലേലൂയ യോബിനെ പറയണം. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? പ്രതികൂലം വരുമ്പോൾ, കോൺഫറൻസ് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രതികൂലമുണ്ടോ, ഒരു രോഗമുണ്ടാകുന്ന സഹോദരി എന്ന് പറയണം. അധൈര്യപ്പെടുത്തുന്ന വാക്കുമായിട്ട് ഇനി മേലാൽ എന്റെ അടുക്കിലേക്ക് വന്നേക്കെന്ന് പറയണം. സ്തോത്രം. ഹല്ലേലൂയ. അവസ്ഥകൾ ശേഖരമായി ചെയ്യുവാൻ എനിക്കുള്ള കിരീടം നഷ്ടപ്പെടുത്തുകയില്ല എന്ന് അന്നേരം നിങ്ങൾ പറയോ. അവസാനം പറഞ്ഞ കാര്യം എന്നറിയോ? അയ്യോ, ഞാൻ അവരെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇന്ന് ഞാൻ മുഖാമുഖമായി എന്റെ കിരീടമായ നിനക്ക് നീ ഒരുക്കിയിരിക്കുന്ന കിരീടം അനിത്യത ചൊല്ലുമ്പോൾ, പേർ വിളിക്കുമ്പോൾ ആ കിരീടമായി നിൽക്കും. ദുഷ്ടന്റെ കിരീടം എടുക്കാൻ തക്കവണ്ണം മുഖാന്തരങ്ങളെ കൊണ്ടുവരും, സാഹചര്യങ്ങളെ കൊണ്ടുവരും, പ്രതികൂലങ്ങളെ കൊണ്ടുവരും. ഇതിന്റെ മധ്യേ ധൈര്യമായിട്ട് പറയാം, ഈ ലോകത്തിന്റെ ഒന്നും ഞാൻ എന്റെ കിരീടത്തിലെ നഷ്ടപ്പെടുത്തുവാൻ എക്സ്ചേഞ്ച് ചെയ്യും. എന്റെ കിരീടത്തെ ഒരിക്കലും എക്സ്ചേഞ്ച് ചെയ്തില്ല. അതൊരു ജോലി പോയെന്നായിരിക്കും, ഭൗതിക നഷ്ടം വന്നതായിരിക്കും, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ നിനക്കുള്ള കിരീടം നഷ്ടപ്പെട്ടു പോകാതെ അതിനെ മുറുകി പിടിക്കുവാൻ എന്റെ പകർക്കാരെല്ലാവരും ജയിക്കുന്നവൻ അത് പ്രാപിച്ചു. അനേകര് ജയിച്ച് നിത്യതയിലേക്ക് കടന്നുപോയി. നാമും ജയിക്കുവാനായി വിളിച്ചു. അല്പസമയം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. അല്പസമയം എല്ലാവരുടെ എനിക്കതിന് സഹായിക്കും. അങ്ങയുടെ വരവേറ്റമടുത്ത് അതിനെ ഓർത്താൽ നമ്മൾ ഭാരപ്പെടേണ്ടത്. എന്റെ ആയുസ് ഒരുപക്ഷെ യേശു വരും, അല്ലെങ്കിൽ എന്റെ ആയുസ് ആയിരിക്കും പോകുന്നത്. രണ്ടിലൊന്ന് ഏതെങ്കിലും നടക്കും. ഒന്നീ ദൈവം നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ യേശുവിന്റെ വരവ് നടക്കും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും. ആമേൻ. ഹല്ലേലൂയ. എന്റെ ആയുസ് നാളുകൊണ്ട് എനിക്ക് ലഭിച്ച കിരീടങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ ഒരു വിശ്വസ്തനായി നിൽക്കുവാൻ, ഒരു സത്യമായി നിൽക്കുവാൻ, വചനത്തിന് വേണ്ടി നിൽക്കുവാൻ എനിക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും എന്റെ കർത്താവിന്റെ വചനത്തിന് വേണ്ടി എന്റെ ആയുസ് മുഴുവൻ ഒരു തീരുമാനത്തിലേക്ക് കടന്നു. ഒരു മതം ഉണ്ടാക്കുവാനല്ല, ഒരു സഭ ഉണ്ടാക്കുവാനല്ല, കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ ഇന്ന് പകർക്കാൻ നമുക്ക് എല്ലാവർക്കും നേരിട്ട് ചോദിക്കും. പരിശുദ്ധാത്മ പ്രാപിച്ചവരെല്ലാം ഒരു നിമിഷം ഒരിക്കലും എന്റെ അരിക്കകൾ, എന്റെ കീഴകൾ തട്ടിക്കൊണ്ടു പോകുവാൻ എല്ലാ നാമങ്ങളും ചലിക്കും, എല്ലാ നാമങ്ങളും ചലിക്കും. എല്ലാ നാമങ്ങളും ചലിക്കും, എല്ലാ നാമങ്ങളും ചലിക്കട്ടെ. ഒരു ദൈവശക്തി എല്ലാവരുടെ നോക്കിയാൽ ആദ്യം മുതൽ അന്തം വരെയുള്ള എല്ലാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മോശ, അബ്രഹാം, ഇവരോടെല്ലാം ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ ധൈര്യമായിരിക്കും. മോശ ധൈര്യപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിന് നടക്കും.
യോശുവ ധൈര്യപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിന് ഇവിടെ നടക്കത്തില്ല. നിങ്ങൾ ധൈര്യപ്പെട്ടില്ലെങ്കിൽ ധൈര്യത്തിന്റെ ആത്മാവ് നമ്മൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.